ഹലോ, ഇന്ന് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് ഓപ്പോ K10 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേയിൽ ഒന്നും തന്നെ കാണില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പയറിങ് സംബന്ധമായ വീഡിയോസൊക്കെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. തന്നെ വേക്കൻസി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡിസ്പ്ലേ കൺട്രോളിൽ വോൾട്ടേജ് വരുന്ന 2 ലൈനുണ്ട്, VSP അതുപോലെ തന്നെ VSN. വോൾട്ടേജ് സപ്ലൈ പോസിറ്റീവ്, വോൾട്ടേജ് സപ്ലൈ നെഗറ്റീവ്. ഇതിൽ വോൾട്ടേജ് സപ്ലൈ പോസിറ്റീവ്, അതായത് VSP എന്ന് പറഞ്ഞ ലൈനിൽ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. അതിൽ വരേണ്ടത് 5 വോൾട്ടാണ് വരേണ്ടത്. ആ ഒരു വോൾട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ കണ്ടല്ലോ, 5.9 വോൾട്ടാണ് അതിലുള്ളത്. അത് ഓക്കെയാണ്. ഇനി അവിടുന്ന് മൂന്നാമത്തെ ലൈനിൽ നമുക്ക് -5.9 വോൾട്ട് വരണം. പക്ഷേ ആ ഒരു ലൈനിൽ നമുക്ക് വോൾട്ടേജ് മിസ്സിങ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് എവിടേക്കാണ് ഈ ഒരു കണക്ഷൻ പോകുന്നത്, ഏത് IC ആണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ബോണിയോയിൽ നമ്മൾ ആ ഒരു ഫോണിൻ്റെ സ്കീമാറ്റിക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ ഒരു മൂന്നാമത്തെ ലൈന് കണ്ടല്ലോ, ഈ ഒരു മൂന്നാമത്തെ ലൈനിൽ VSN എന്ന് നിങ്ങൾക്ക് കാണാം. ആ ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈനിലാണ് വോൾട്ടേജ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് പോകുന്നത് എടുക്കാന്നുള്ളത് നോക്കാം. ആ ഒരു ലൈന് ഇതിലൂടെ വന്ന് നമുക്ക് നേരെ EMMCൻ്റെ അടുത്തുള്ള ഒരു ICയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ എന്താ, അവിടെ ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ഒരു റെസിസ്റ്റർ വഴി ഈ ഒരു ICക്കുള്ളിലേക്കാണ് പോകുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് മദർ ബോർഡിൽ ഈ ഒരു ICൻ്റെ ആ ഭാഗങ്ങളൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ബോർഡ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി അവിടെ നല്ലോണം ഫ്ലെക്സിൻ്റെ കണ്ടൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഓൾറെഡി ഇതൊരു ഷോപ്പിൽ നിന്ന് വന്ന വർക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തായാലും ഡയറക്റ്റ് IC ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും IC ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, IC റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു കണക്ഷൻ ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ആവുക മാത്രമല്ല, ആ ഒരു ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് മറ്റൊരു കണക്ഷനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടുമായിട്ടല്ല, മറ്റൊരു കണക്ഷനുമായിട്ട് ജോയിൻ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ലൈനിൽ വോൾട്ടേജ് വരാതിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കളയാണ്. കണക്ഷൻ മിസ്സാവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. കണക്ഷൻ മുകളിലൂടെ വേറെ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്ഷൻ മിസ്സാവുന്നില്ല. നമുക്ക് ആ ഒരു ബ്ലാക്ക് വന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ അതുകൂടെ ആ ഷോർട്ട് അതിന് റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റീബോൾ ചെയ്ത് ഇട്ട് നോക്കാം. അങ്ങനെ റീബോളിങ് കഴിഞ്ഞ് നമ്മൾ ബോർഡിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ എന്തായിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്, അത് വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് ഈ ഒരു ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലൈൻ്റ് ഉള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിലുണ്ട്, അതുപോലെ തന്നെ ബയോയിലുണ്ട്. പിന്നെ SLC +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ സ്മാർട്ട് ഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് നമ്മുടെ കയ്യിൽ 6 മാസത്തെ കോഴ്സും അവൈലബിൾ ആണ്. ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റൊക്കെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.